കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ചെയ്ത് വെച്ച ട്രിങ്കറ്റ് ഡിഷിന് ഇന്നെങ്കിലും ഒരു മോചനം കൊടുക്കാം. ഫസ്റ്റ് ഒരു വൈറ്റ് കോട്ടിംഗ് കൊടുത്തത്. നമ്മൾ ക്ലേയിൽ ഇഷ്ടമുള്ള കളർ കൊടുക്കും മുന്നേ വൈറ്റ് ബേസ് കൊടുത്താൽ നന്നായിരിക്കും. നമ്മൾ വലിയ പ്രൊഫഷണൽസ് ഒന്നും അല്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ഈ വൈറ്റ് അടിച്ചതിൻ്റെ പാട് എനിക്ക് മാത്രമേ അറിയൂ. കാരണം എന്നെക്കാളും നന്നായി ക്ലേ വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പിശുക്ക് കാണിച്ച് വെള്ളം കൂടി കൂട്ടി അടിച്ചപ്പോൾ സബാഷ്. എടാ പെയിൻറ്റ് വേണ്ടേ? നിങ്ങളുടെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ആറഞ്ചും പൊറഞ്ചും അടിച്ചു. പിന്നെ സെക്കൻഡ് കോട്ടിംഗ് ആയിട്ട് കൊടുത്തത് സ്കിൻ കളറാണ്. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ അടിച്ചു കൊടുക്കുക. അതുപോലെ സാധനം കുറവുള്ളവരാണെങ്കിൽ ബാക്കിൽ കുറച്ച് അടിച്ചു കൊടുത്താലും ലൈറ്റായിട്ട് അടിച്ചു കൊടുത്താലും കുഴപ്പമില്ല. ഇനി അടുത്ത പാർട്ടൊക്കെ വളരെ ഈസിയാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. അവിടെ ഇവിടെയൊക്കെ റെഡ് കളർ വെച്ച് 2 ഡോട്ട് വീതം ഇട്ട് കൊടുത്തു. പിന്നെ എന്താണെന്നറിയില്ല, ഈ സാധനം കയ്യിലുള്ളപ്പോഴെല്ലാം എനിക്ക് ചുമ്മാ ഇങ്ങനെ കറക്കി കളിക്കാൻ തോന്നുന്നു. നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മനസ്സിലാവും ഞാനീ പറഞ്ഞത്. പിന്നെ ഡോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞ് ഗ്രീൻ കളറിൽ വെച്ച് ഇഷ്ടമുള്ള ഷേപ്പിൽ തണ്ട് കൂടാകുമ്പം സംഭവം കളറാവും. ഞാൻ ഉദ്ദേശിച്ചത് ചെറിയാണ്. നിങ്ങൾക്കിത് ചെറിയായിട്ടാണോ തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഞാൻ ഈ കർവിലൊക്കെ മെറ്റാലിക് സിൽവർ കൂടി അടിച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ക്ലിപ്സ് എടുക്കാൻ മറന്നുപോയി. മെറ്റാലിക് സിൽവർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എസ്തെറ്റിക് ആണല്ലോ മെയിൻ. അപ്പോൾ ഓവറാക്കി ചളമാക്കാതിരിക്കുന്നതാണ് ബുദ്ധി. പിന്നെ ലാസ്റ്റ് പാർട്ട് വാർണിഷ് അടിയാണ്. ക്ലേ വാർണിഷ് ഉള്ളവർ വാർണിഷ് അടിച്ചോ. എന്നെ പോലെ വാർണിഷ് ഇല്ലാത്തവൻ്റെ ഹീറോ എന്നും പശ തന്നെയായി. അപ്പോൾ വാർണിഷ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ട്രിങ്കറ്റ് ഡിഷ് സെറ്റ് ആയിട്ടുണ്ട്. വീട്ടിലെ ക്ലേ ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായും ഇത് ചെയ്ത് നോക്കണം. ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കാം. അപ്പോൾ നമുക്ക് ഈസി പീസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ട്രിങ്കറ്റ് ഡിഷിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്